നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നീയും നിന്റെ ഭാര്യയും കൂടെ അവിടെ വന്ന് നാണം കെടുത്തിയില്ല. എന്ത് നാണം കെടുത്തി? ഞങ്ങളവിടെ ആ ആധാരം നടത്തിയതുകൊണ്ടല്ലേ ഇവിടെ ഹരിപ്പാട് കാര്യങ്ങൾ സ്മൂത്ത് ആയത്. ഓ, നിങ്ങൾ ആധാരം നടത്തി എങ്ങനെ? മാണിക്യമംഗലത്തുകാരുടെ വില കളഞ്ഞോണ്ട്. കേട്ടാ, അവിടെ പോയി ഇവര് നമ്മുടെ ശത്രുക്കളോട് ആഘോഷിക്കുകയായിരുന്നു. പിന്നെ കത്തി മുന്നിൽ നിർത്തി ഒരു കാര്യം നടത്താൻ പറ്റുമോ? ഒരു ഡീല് നടത്തുമ്പോ പരസ്പരം ധാരണ ഉണ്ടാവണ്ടേ? എന്തു ധാരണ? അവരുടെ തോളത്ത് കൈയിട്ടുകൊണ്ടാണോ ധാരണ ഉണ്ടാക്കുന്നത്? മാണിക്യമംഗലത്തുകാർക്ക് ശത്രു എന്ന് ശത്രു തന്നെയാ. ചന്ദ്രേട്ടാ, ഇതൊക്കെ നിങ്ങളുടെ തോന്നല. നിങ്ങൾ ഈ പറയുന്ന ശത്രുതയൊന്നും KRK-ക്കാർക്ക് നമ്മളോടില്ല. അത് തീരുമാനിക്കാൻ നീ ആരാ? ഞങ്ങളും KRK-യും തമ്മിലുള്ള ശത്രുതയുടെ ആഴം അളക്കാനുള്ള യന്ത്രം നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടോ? വേണ്ടാന്ന് വെക്കുമ്പോ തലേ കയറി ഒരുപാടങ്ങ് നിരങ്ങല്ലേ. സ്വന്തം ഇഷ്ടപ്രകാരം നീ വാഗമണി പോയത് തന്നെ തെറ്റ്. അവിടെ വന്നപ്പോ നിന്റെ കരണം പുകച്ചൊന്ന് തന്നിട്ട് നിന്നെ തിരിച്ചയക്കാതെ ഇവൻ നിന്നെ പിടിച്ചവിടെ നിർത്തിയത് അതിലും വലിയ തെറ്റ്. വാഗമണിൽ വസ്തു ഇടപാട് നടത്താനുള്ള സഹായം ഞാൻ നിന്നോട് ചോദിച്ചായിരുന്നോ? ഇല്ലല്ലോ. ഹരിപ്പാട് കാവേരി ചേച്ചിയുടെ വസ്തു എഴുതാൻ എന്റെ സഹായം ചോദിച്ചല്ലോ. ആ സഹായമാ ഞാൻ ചെയ്തത്. ഈ എഗ്രിമെന്റ് നടന്നില്ലായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നല്ലോ. വാഗമണിലെ എഗ്രിമെന്റ് നടത്താൻ എന്നെയും ഹരിയെയല്ലേ ഏട്ടൻ പറഞ്ഞു വിട്ടത്. അതിനിടയ്ക്ക് നീ എന്തിനാ കയറി വന്നതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. എഗ്രിമെന്റ് നടത്താനല്ലേ ഏട്ടൻ നിങ്ങളെ പറഞ്ഞയച്ചത്, അല്ലാതെ അവിടെ പോയി തല്ലുണ്ടാക്കാനൊന്നും അല്ലല്ലോ. ഞങ്ങൾ ചിലപ്പോ തല്ലുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്തെന്നിരിക്കും. അത് ഞങ്ങളുടെ രീതിയാ. നീ അതിൽ കയറി ഇടപെടണ്ട. ഇടപെടും. ഇടപെടാതെ പറ്റില്ലല്ലോ. കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ബലിയാടാവുന്നത് എന്റെ ഭർത്താവാ. ഭർത്താവ് എന്നാണ് നിനക്ക് ഭർത്താവ് ഉണ്ടായത്? 2022 സെപ്റ്റംബർ 10 വ്യാഴാഴ്ച. കാലത്ത് 10:15-നും 10:55-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ. എന്താ സംശയമുണ്ടോ? മുമ്പ് നിങ്ങൾ പലരും ഈ ചോദ്യം ചോദിച്ചപ്പോ ഈ മറുപടി നാവില് പൊന്തി വന്നതാ. അന്നൊക്കെ അത് മനഃപൂർവ്വം വിഴുങ്ങിയതാ. പക്ഷേ ഇനി പറയാതിരുന്ന ശരിയാവില്ല. നിങ്ങൾ പറയുന്ന സത്യം. ഈ കല്യാണത്തോടു കൂടിയ ഹരി എന്റെ ജീവിതത്തിന്റെ ഭാഗമാവുന്നത്. അതിനു മുൻപ് നിങ്ങളുടെ അനുജൻ മാത്രമായിരുന്നു, സമ്മതിച്ചു. പക്ഷെ എന്റെ ഭർത്താവായ ശേഷം ഈ മനുഷ്യൻ കെട്ടിയ ഈ പവിത്രമായ താലിച്ചരട് എന്റെ കഴുത്തിൽ കിടക്കുന്ന അവസാന നിമിഷം വരെ ഇയാളുടെ കാര്യങ്ങളിൽ നിങ്ങളെക്കാൾ ഉത്തരവാദിത്വം എനിക്കുണ്ട്. കേട്ടില്ലടാ, ഇവള് നിന്നെ അയാളും ഇയാളെന്നൊക്കെ വിളിക്കുന്നത്. ഒരു വിളിയിലല്ല, ഹൃദയത്തിലെ പരസ്പരമുള്ള സ്നേഹത്തില ബന്ധങ്ങളുടെ ആഴമെന്ന് എനിക്കും ഹരിക്കും നന്നായിട്ട് അറിയാം. ഇവിടെ പലരും പലരെയും ഓച്ചാനിച്ച് നിൽക്കുന്നതും ഏട്ടാ എന്ന് വിളിക്കുന്നതൊക്കെ സ്നേഹം കൊണ്ടല്ല, പേടി കൊണ്ടാ. അത് വിളിക്കുന്നവർക്കും അറിയാം, വിളി കേൾക്കുന്നവർക്കും അറിയാം. സ്നേഹവും ബഹുമാനവും ചോദിച്ചു വാങ്ങേണ്ടതല്ല, ഉള്ളാലെ അറിഞ്ഞു നൽകേണ്ടത്. പാലം ഒരു വഴിക്ക് മാത്രം കടക്കാനുള്ളതല്ല. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഇംഗ്ലീഷ് അജേട്ടാ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിച്ചു. മാണിക്യമംഗലത്തെ ആൺപിറപ്പുകൾക്ക് ഈ മര്യാദക്കേ ഉള്ളൂ. പെണ്ണിനെ തോർത്തെടുത്ത് വെച്ച് ചെവി കടിപ്പിക്കുന്നല്ല നമ്മുടെ പാരമ്പര്യം. നമ്മൾ പറയുന്നത് ചെവി കൊണ്ട് കേൾപ്പിച്ച് അക്ഷരമൃതി അനുസരിപ്പിക്കുക എന്നുള്ളതാ. അല്ല നേട്ടം പറയട്ടെ. എന്താ ഏട്ടനൊന്നും മിണ്ടാത്തെ? എല്ലാരും പറഞ്ഞ കഴിയട്ടെ എന്നങ്ങ് വെച്ചു.
ഇനി ആർക്കെങ്കിലും വല്ലതും പറയാനുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിലാവാം. അതുകൂടെ കഴിഞ്ഞിട്ടാവാം വിശ്വനാഥന്റെ കുറ്റസമ്മതം. ആർക്കാ ഇനി പറയാനുള്ളേ? എന്താ ആരൊന്നും മിണ്ടാത്തെ? നാവ് ഇറങ്ങിപ്പോയോ എല്ലാവരുടെയും? വിശ്വനാഥനെ വിചാരണ ചെയ്യാൻ ഇനി ഇവിടെ ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇതാ ദാവണേ. ചേച്ചി ഇതാരൊക്കെയാ? എന്റെ ഭാര്യ, എന്റെ അമ്മായിയപ്പനും. വാ വാ വാ, ഇരിക്ക്. ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ടാണല്ലോ വരുന്നത് അല്ലേ? എന്താ വിശ്വനാഥ, ശങ്കരൻ പിന്നെയും തെങ്ങുമേൽ തന്നെയായോ? വസ്തു കച്ചവടവും ഞങ്ങളെ കൊണ്ടുള്ള ആവശ്യവും കഴിഞ്ഞപ്പോ വീണ്ടും പരിഹാസവും അവമാനിക്കലും ഒക്കെ ആയോ? ഈ കുശലം ചോദിച്ച് സ്വീകരിക്കുന്നതൊക്കെ എങ്ങനാ അമ്മാവാ അപമാനിക്കലാവുന്നേ? അത് ആദരിക്കലല്ലേ അല്ലേടാ? പിന്നല്ലാതെ. ഞാൻ വന്നതേ എന്റെ മോളെ തിരിച്ചുകൊണ്ടാക്കാനാ. ഓ, അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായല്ലോ. പരമേശ്വരേട്ടാ, നിങ്ങൾ വന്ന കാര്യം കഴിഞ്ഞല്ലോ. ഇനി ഇവിടെ നിന്ന് അതൂതും പറഞ്ഞ് ഏട്ടനെ ശുണ്ടി പിടിപ്പിക്കാതെ പോവാൻ നോക്ക്. നന്ദിതേ, ചേട്ടത്തെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോ. ഇതൊക്കെ പറയേണ്ടത് വിശ്വനല്ലേ അതിലേട്ടാ? വിശ്വേട്ടന്റെ മനസ്സ് പറഞ്ഞതാ ഞാൻ പറഞ്ഞത്, അല്ലെന്ന് വിശ്വേട്ടൻ പറയട്ടെ. ചന്ദ്ര, ഇവിടെ ഇപ്പോ വഴക്കിന്റെയും വക്കാണത്തിന്റെയും കാര്യമില്ലല്ലോ. സമാധാനവും സന്തോഷവും കൊണ്ടല്ലേ വന്നത്. വിശ്വനാഥൻ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾ ആ സ്വത്ത് കേർക്കയുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിയില്ലേ? വലിയ കാര്യമായിപ്പോയി. തിരിച്ചു വാങ്ങിയത് ഏട്ടന്റെ പേരിലല്ലോ, നിങ്ങളുടെ മോടെ പേരിലല്ലേ? എന്റെ മോളെന്ന് പറയുന്നത് വിശ്വനാഥന്റെ ആരാ? അത് ആരാന്ന് വ്യക്തമായി അറിയാവുന്നവരല്ലേ ഞങ്ങളൊക്കെ. ഇനി അത് വിശദീകരിക്കാൻ നിന്ന് വഴക്കുണ്ടാക്കണ്ട. ചേട്ടൻ പോവാൻ നോക്ക്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം വിശ്വനാഥനോട് എനിക്ക് പറയാനുണ്ട്. ഓ, എന്താണാവോ കാര്യം? വസ്തു അനന്തം മുതലാളിയുടെ കയ്യും കാലും പിടിച്ച് ഞാൻ തിരിച്ചു വാങ്ങിയില്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും ആ വിവാഹാലോചനയിൽ നിന്ന് വിശ്വനാഥൻ മാറണം. എന്താ വിശ്വനാഥ ഒന്നും പറയാത്തത്? വരട്ടെ, നമുക്ക് ആലോചിക്കാം. അതിനിപ്പം എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? ഏട്ടന് പലതും ആലോചിക്കാനുണ്ടാവും. ആലോചിച്ച് വിവരം പിന്നാലെ അറിയിച്ചോളാം. നിങ്ങൾ ചുമ്മാ ചൊറിയാതെ പോവാൻ നോക്കും. കാര്യം പറയുന്നതിൽ എങ്ങനെയാ ചൊറിച്ചിലാകുന്നത്? ഇതിപ്പം നിങ്ങളുടെ ചേട്ടനും കൂടെ വേണ്ടിയല്ലേ ഞാൻ ഈ പറയുന്നത്? നിയമപരമായ അപകടം മാത്രമല്ല, സ്വന്തം മോളുടെ ഭാവിയുടെ കൂടെ കാര്യമല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞത്. ആലോചിച്ച പോരാ, നടപ്പിലാക്കുകയും ചെയ്യണം. എന്റെ മോക്കുണ്ടായ ദുരന്തം എന്റെ ചെറുമോക്കുണ്ടാകാൻ പാടില്ല. ഏട്ടാ കേട്ടല്ലോ, സന്തോഷമായല്ലോ. കാവേരി ഏട്ടത്തി ഏട്ടനെ കല്യാണം കഴിച്ചത് വലിയ ദുരന്തമായിരുന്നു. ദുരന്തമാണെങ്കിൽ പിന്നെ എന്തിനാ നായരെ വെച്ച് താമസിപ്പിക്കുന്നേ? നിങ്ങളുടെ മോള് നിൽക്കല്ലേ, ആ കഴുത്തി കിടക്കുന്ന ഞാൻ കെട്ടിയ താലി ഇനി അഴിച്ചാ
Sa re ga